ഇപ്പോൾ ശ്രീ പെരുവനം കുട്ടന്മാരാർ നമ്മോടൊപ്പം ടെലിഫോൺ അയച്ചിരിക്കുകയാണ്. ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിയോഗ വാർത്തയാണ് വരുന്നത്. താങ്കൾ എങ്ങനെയാണ് ശ്രീ സക്കീർ ഹുസൈനെ ഓർത്തെടുക്കുന്നത്? ശ്രീ പെരുവനം, വളരെയധികം ദുഃഖകരമായ ഒരു വാർത്തയാണ്. എന്റെ സ്വന്തം സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ, വാദ്യകലയുടെ രാജാവ്, താളകലയുടെ രാജാവ് എന്ന് വേണ്ട തബല മാന്ത്രികനൊന്നും വിശേഷിപ്പിച്ചാൽ പോരാ. മനുഷ്യനായി ഇത്രയും ശ്രേഷ്ഠതയുള്ള ആ മഹാനായ ചേട്ടന് നഷ്ടപ്പെട്ടല്ല ദുഃഖം സഹിക്കാവതല്ല, സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. എങ്കിലും വാർത്തകൾ ശരിയാണെങ്കിൽ അത് ഉൾക്കൊള്ളുന്നു. അദ്ദേഹത്തിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹം എന്നും നമ്മുടെ മനസ്സിലെ അദ്ദേഹത്തിന്റെ താളവിന്യാസങ്ങൾ കൊണ്ട് ഒരു ദൈവമായി എന്റെയൊക്കെ മനസ്സിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കും. അതാണ് എനിക്ക് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം. താങ്കൾ അദ്ദേഹവുമായി വേദി പങ്കിട്ടിട്ടുള്ള ഒരാളാണ്. നമുക്ക് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മാന്ത്രികൻ എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറം ദൈവസ്പർശമുള്ള വിരലുകളുള്ള ഒരു പ്രമാണി എന്ന്, താളപ്രമാണി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല എന്നതാണ്. ആ അനുഭവം എങ്ങനെ നമുക്ക് ഓർത്തെടുക്കാം സർ? അനുഭവം 2017 മേളകലയുടെ നാട്, പൂരങ്ങളുടെ നാട് പെരുവനം ഗ്രാമത്തിലെ അദ്ദേഹത്തിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം കേരളത്തിന്റെ വാദ്യകലയോടുള്ള ബഹുമാനം കൊണ്ട്, കേരളത്തിന്റെ പൂര സംസ്കൃതി, മേള സംസ്കൃതി ബഹുമാനിച്ചുകൊണ്ട് വരാൻ സമ്മതിച്ചു. പെരുവനം ഗ്രാമത്തിലെ ചേർപ്പില് CNN സ്കൂളിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു തബല കൺസെർട്ട് നടത്തുകയുണ്ടായി. അതിനൊപ്പം നമ്മുടെ കേരളത്തിന്റെ വാദ്യമായ ചെണ്ടയും മട്ടന്നൂര് ചേർന്നിട്ടുള്ള സമന്വയം പരിപാടി ഹൃദ്യമായിരുന്നു. അന്ന് മലയാളികളുടെ വക, അല്ലെങ്കിൽ പെരുവനം ഗ്രാമത്തിന്റെ വക, അദ്ദേഹത്തിന് ഒരു വീരശൃംഖല CNN സ്കൂളിൽ വെച്ച് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ആ ആദരവ് തബല മാന്ത്രികന്, തബലവാദകന്, താളവാദ്യ ചക്രവർത്തിക്ക് ആയിരുന്നെങ്കിൽ കൂടി പെരുവനം ഗ്രാമമാണ് അന്ന് ആദരിക്കപ്പെട്ടത്. നമ്മളൊരു മറുനാടനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ വാദ്യകലയെ സ്നേഹിക്കുന്ന ഒരു കലാകാരനെ ആദരിക്കാൻ സാധിച്ചതിലുള്ള ധന്യത ഓരോ കലാകാരനും. നമ്മൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് തൃശ്ശൂർ പൂരത്തിന്റെ എളിഞ്ഞിത്തറ മേളത്തിന്റെ ഒരു മിനി പതിപ്പ്, ആറാട്ടുഴ പൂരത്തിന്റെ പാണ്ടിമേളത്തിന്റെ ഒരു മിനി പതിപ്പ് അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സദസ്സിലിരിക്കുമ്പോൾ വേദി ഉണർത്തിയത്. അതുപോലെ തന്നെ അന്ന് നമ്മള് മിഴാവ് ഒച്ചപ്പെടുത്തലോടുകൂടി മിഴാവിനെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിന് കാണിച്ചു. നമ്മുടെ കേരള കലകളെ കുറിച്ച് അദ്ദേഹത്തിന് ബഹുമാനമായിരുന്നു. നമ്മുടെ മേളം കേട്ടിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നത് പെരുവനത്ത് വന്നപ്പോഴും ബോംബെ കേളി ഫെസ്റ്റിവലില് പഞ്ചവാദ്യം തായമ്പക കഴിഞ്ഞ് തല കുമ്പിട്ട് സ്റ്റേജിലേക്ക് നമസ്കരിച്ച് ചെന്ന് കലാകാരനെ ആദരിക്കും കാണുമ്പോൾ ആ മഹാന്റെ ആയ കലാകാരൻ മറ്റ് കലകളെ എത്രമണ്ട് സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നതാണ് എന്റെ അനുഭവം. വേദി പങ്കിടുന്നത് ഞാൻ ആദ്യമായി 99 99 കേളി ഫെസ്റ്റിവൽ വെച്ച് എനിക്ക് പ്രോമിസിംഗ് ആർട്ടിസ്റ്റ് അവാർഡ് തന്നത് ഉസ്താദ് സക്കീർ ഹുസൈനാണ്. അന്ന് കേരളത്തിലെ 5 പ്രഗത്ഭരായ കലാകാരന്മാർക്ക് ഉസ്താദ് അള്ളാരകം, ശശി കപൂർ, ശിവകുമാർ ശർമ്മ അടക്കമുള്ള ബോംബെയിലെ ഉന്നതരായ കലാകാരന്മാര് നൽകി ആദരിച്ച ചടങ്ങില് സക്കീർ ഹുസൈൻ എനിക്ക് പ്രോമിസിംഗ് ആർട്ടിസ്റ്റ് അവാർഡ് തന്നു. ആ കൊല്ലം എനിക്ക് തൃശ്ശൂർ പൂരത്തിന്റെ പ്രമാണിയാവാൻ സാധിച്ചു. ഇതൊക്കെ എന്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ലാസ്റ്റ് പിറന്നാൾ സദ്യയിലാണ് 2013 ഞങ്ങൾ ഒരുമിച്ച് വേദി പങ്കിട്ടത്. ഞാനൊരു ചിത്രം കാണുകയായിരുന്നു ശ്രീ പെരുവനം. താങ്കളെ പിന്നിൽ നിന്ന് ആശ്ലേഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം കാണുകയായിരുന്നു. വലിയൊരു മനുഷ്യസ്നേഹി കൂടിയാണ്. താങ്കളോടുള്ള ഒരു അടുപ്പം ആ ചിത്രത്തിൽ വ്യക്തമാണ്. അത് എനിക്ക് രോമാഞ്ചം കൊള്ളുകയാണ്. ഞാൻ ആ ചിത്രം നിങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ എന്റെ വീട്ടില് നേരെ മുമ്പില്
പ്രദർശിപ്പിക്കുന്ന ചിത്രവും അതാണ്. ഞാൻ ദൈവത്തെ പോലെ സ്നേഹിക്കുന്ന മഹാനായ ഒരു കലാകാരൻ. അദ്ദേഹത്തിനെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു. ഞാനും മട്ടന്നൂരും കൂടി വീരശൃംഖല നൽകി, കേളി ബോംബെ ഇവിടെ വീരശൃംഖല നൽകി അദ്ദേഹത്തിനെ ആദരിച്ച ചടങ്ങായിരുന്നു. അന്ന് എന്റെ പിറന്നാളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എന്റെ പിന്നിൽ നിന്ന് വന്ന് എന്നെ ഒരു പൊന്നാട പതപ്പിച്ച് പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ നിലത്തിരിക്കേണ്ട സ്ഥിതി വരികയും നമസ്കരിക്കുകയും ചെയ്തു. ആ രംഗം എനിക്ക് എങ്ങനെ ഉണ്ടായി എന്നറിയില്ല, എങ്ങനെ പറയണമെന്നറിയില്ല. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം അത്രയ്ക്ക് വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തീർച്ചയായും അദ്ദേഹം പല വേദികളിലും ആ സ്നേഹത്തെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ഗ്രാമവും അവിടുത്തെ കലാകാരന്മാരും തനിക്ക് നൽകിയ സ്നേഹം പിന്നീട് ഉള്ള വേദികളിലൊക്കെ ഇതിനെക്കുറിച്ച് അദ്ദേഹം വാചാലനാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടും ആ ബന്ധം ഇപ്പോൾ അവസാന നാൾ വരെയും ആ ബന്ധം അതുപോലെ തന്നെ നിലനിർത്താനും കഴിഞ്ഞിട്ടുണ്ടല്ലേ ശ്രീ പെരുവനം? അതെ, അതിന് സഹായകമായത് നമ്മുടെ കേളി രാമചന്ദ്രനും സഞ്ജന കപൂർ പോലുള്ള മലയാളികളെ സ്നേഹിക്കുന്ന മലയാളത്തിന്റെ കലകളെ മറ്റുള്ളവർക്ക്, സഞ്ജന കപൂറൊക്കെ സക്കീർ ഹുസൈന് ഇവിടെ വന്ന് പൂരൊക്കെ കണ്ട് വാദ്യകലകളെ കുറിച്ച് ഒക്കെ പറയുമ്പോഴാണ് സക്കീർ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിനെ ആദരിച്ചതിനേക്കാളൊക്കെ അപ്പുറം അദ്ദേഹത്തിന് നിരവധി ആദരവുകൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ കൊച്ചു ഗ്രാമത്തിന്റെ ആദരവ് അദ്ദേഹത്തിന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊടുത്ത ആദരവിനേക്കാൾ അപ്പുറം ഗ്രാമത്തിലെ മേള പദ്ധതി, തൃശ്ശൂരിന്റെ മേള പദ്ധതി, മേളം, പഞ്ചവാദ്യം, തായമ്പക, ആ വാദ്യകലയാണ് അദ്ദേഹത്തെ നമ്മളുമായി അടുപ്പിച്ചിട്ടുള്ളതും ബന്ധം നിലനിർത്തിയിട്ടുള്ളതും. അദ്ദേഹം മേളം കേൾക്കും, പഞ്ചവാദ്യം കേൾക്കും, തായമ്പ് കേൾക്കും. ആ കലാകാരന്മാരെ അനുമോദിക്കാനും സമയം കണ്ടെത്തിയിരുന്നു. ദൂരത്താണെങ്കിലും കിട്ടുന്ന അവസരങ്ങളിൽ ബോംബെയിലൊക്കെ വെച്ച് ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. ആ ബന്ധം നിലനിർത്തിയിരുന്നു. 2013 ഡിസംബർ 13 ഞാൻ അദ്ദേഹത്തെ അവസാനമായി കാണുന്നത്. ശരി, താങ്കൾക്ക് 2023 ഡിസംബർ 13, അതായത് കഴിഞ്ഞ വർഷം അല്ലേ? കഴിഞ്ഞ വർഷമാണ് കണ്ടത്. കഴിഞ്ഞ വർഷം ഡിസംബർ 13. ഓക്കെ, താങ്കൾക്ക് വ്യക്തിപരമായി കൂടി വേദന നൽകുന്നതാണ് ഈ വേർപാടെന്നറിയാം. തീർച്ചയായിട്ടും വ്യക്തിപരം തന്നെ. സ്വന്തം സഹോദരൻ നഷ്ടപ്പെട്ട ദുഃഖം, അതുമല്ല വാദ്യകലയുടെ ശ്രേഷ്ഠനായ ഒരു ദൈവം മനസ്സിൽ മാത്രമേ ഉള്ളൂ ഇനി ഓർമ്മയായി. തീർച്ചയായും അദ്ദേഹം ബാക്കി വെച്ച സംഗീതം തന്നെയാണ് നമ്മുടെ ഇവരുടെയും മനസ്സിലുണ്ടാവുക. വളരെയധികം നന്ദി ശ്രീ പെരുവനം.